ബാക്ക്. എമ്പുരാൻ വിവാദത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ ആർ.എസ്.എസ് നാമനിർദ്ദേശം ചെയ്ത രണ്ടുപേർക്കെതിരെയാണ് വിമർശനം. എമ്പുരാനിലെ ബി.ജെ.പി വിരുദ്ധ ഉള്ളടക്കത്തിൽ അംഗങ്ങൾ പ്രതികരിച്ചില്ല. സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് ബി.ജെ.പി പശ്ചാത്തലമില്ലെന്നും കോർ കമ്മിറ്റിയിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി.എസ്. രഞ്ജിത്ത്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ എമ്പുരാന് വിജയാശംസ നേർന്നുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. അതേക്കുറിച്ചുള്ള ചർച്ചയിൽ സെൻസർ ബോർഡിലേക്കുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്താണ് അതിൽ ഉയർന്നിരിക്കുന്ന വിമർശനം? സുജിയ, എമ്പുരാന് ആശംസ നേർന്നത് രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരുന്നില്ല. എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് എമ്പുരാൻ കാണാൻ വേണ്ടി ബി.ജെ.പിയുടെ അനുഭാവികളും മോഹൻലാലിൻ്റെ ഫാൻസും ഒക്കെ ആയിട്ടുള്ള ആർ.എസ്.എസിൻ്റെ അനുഭാവികളുമൊക്കെ ആ സിനിമയുടെ ആദ്യ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണ്ടവരാണ്. പക്ഷേ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അവളി മനസ്സിലായത് ആ സിനിമയിൽ ബി.ജെ.പിയുടെ ദേശീയ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷായെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വ്യംഗ്യമായി വിമർശിക്കുന്ന രംഗങ്ങളും കഥയുമൊക്കെയാണ് ആ സിനിമയിലുള്ളത്. അപ്പോഴാണ് വലിയ തോതിലുള്ള വിമർശനം ആ സിനിമയ്ക്കെതിരെ ഉയർന്നു വരികയും ചെയ്തത്. ഇക്കാര്യം ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. അതിൽ കെ സുരേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉന്നയിച്ചു. അതിൽ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഈ സെൻസർ ബോർഡിൽ അംഗങ്ങളില്ല എന്നും അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടുപേർ അവർ ആർ.എസ്.എസിൻ്റെ നോമിനികളായി വന്നിട്ടുള്ള ആളുകളാണ്. അതൊന്ന് തപസ്യയുടെ ഭാരവാഹിയായിട്ടുള്ള കെ.വി. മഹേഷും മറ്റൊന്ന് ബി.ജെ.പിയുടെ തന്നെ സംസ്ഥാന ഓഫീസിൻ്റെ മുൻ സെക്രട്ടറിയുടെ ഭാര്യയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ബി.ജെ.പി പശ്ചാത്തലമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ സിനിമ സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ ഈ സിനിമയിൽ ഇത്തരത്തിലൊരു കണ്ടന്റ് ഉണ്ട് എന്ന വിവരം ബി.ജെ.പി നേതൃത്വത്തെ അറിയിക്കുമായിരുന്നു, അല്ലെങ്കിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുമായിരുന്നു. ഈ സിനിമയുടെ സെൻസർ ബോർഡ് സെൻസർ ചെയ്യുന്ന സമയത്ത് പ്രതിഷേധിക്കുമായിരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെ വിമർശനം ഉന്നയിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഉള്ള സമയത്ത് പരിശോധിക്കാം. ഇത്തരത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്ത് ബി.ജെ.പി പശ്ചാത്തലമുള്ള ആളുകളെ തന്നെ നാമനിർദ്ദേശം ചെയ്യണം എന്നൊരു നിർദ്ദേശം കൂടി കോർ കമ്മിറ്റിയിൽ വന്നു. അത് പരിഗണിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്തു. ഈ സിനിമയിലെ ഉള്ളടക്കം അത്രമേൽ ബി.ജെ.പി പ്രവർത്തകരെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ ബഹിഷ്കരിക്കേണ്ടതില്ല, സിനിമയ്ക്കെതിരെ പ്രചാരണം നടത്തേണ്ടതില്ല, അത് ബി.ജെ.പിയുടെ ശൈലിയല്ല എന്നുള്ളതാണ് പൊതുവെ കോർ കമ്മിറ്റിയിൽ തീരുമാനിക്കപ്പെട്ടത്.